ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് പെസഹ വ്യാഴാഴ്ച. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സിഹിയോൻ മാളികയിൽ പ്രതിധ്വനിച്ച ഈ സ്വരം ഇന്ന് അനേകം വൈദികരുടെ അധരങ്ങളിലൂടെ അനേകം ദൈവാലയങ്ങളിൽ പ്രതിധ്വനിക്കപ്പെടുന്നു. ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപന ദിവസം. ഇന്ന് പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന ദിവസം. എന്താണ് വിശുദ്ധ കുർബാനയും വൈദികനും തമ്മിലുള്ള ബന്ധം? വൈദിക അസ്തിത്വത്തിൻ്റെ ഹൃദയമാണ് കുർബാന. പുരോഹിതൻ ക്രിസ്തുവിനോടുള്ള തൻ്റെ വ്യക്തിപരവും അഗാധവുമായ അടുപ്പം ആദ്യം കണ്ടെത്തുന്നത് ദിവ്യകാരുണ്യത്തിലാണ്. രക്ഷാകര രഹസ്യമെന്ന നിലയിൽ ആഘോഷിക്കുന്ന, ജീവിക്കുന്ന, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന, പ്രഖ്യാപിക്കുന്ന വിശുദ്ധ കുർബാന ഒരു വൈദികന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. പുരോഹിതരിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്, മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്, വലിയ പ്രബോധകരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അധ്യാപകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, കവികളുണ്ട്, കലാകാരന്മാരുണ്ട്. എന്നാൽ പുരോഹിതൻ അഭിഷിക്തനായതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം കുർബാനയാണ്, കുർബാന അർപ്പണമാണ്. പുരോഹിതൻ ഇല്ലാതെ കുർബാനയില്ല. കുർബാന കൂടാതെ പുരോഹിതനും നിലനിൽപ്പില്ല. കുർബാന ഇല്ലാത്ത പുരോഹിതന്റെ പൗരോഹിത്യം നിർജീവമാണ്, ഫലരഹിതമാണ്. പൗരോഹിത്യം എന്താണെന്നും ഒരു വൈദികന് ദിവ്യകാരുണ്യവുമായുള്ള അനിവാര്യമായ അടിസ്ഥാനപരമായ ബന്ധം എന്താണെന്നും വ്യക്തമായ ബോധ്യമുള്ള ആളായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ. കുർബാന പൗരോഹിത്യത്തിന്റെ കേന്ദ്രവും അടിസ്ഥാനവുമാണെന്നും കുർബാന കൂടാതെ ഒരു പുരോഹിതനെ മനസ്സിലാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു. പാപ്പയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: തൻ്റെ 59 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വിശുദ്ധവുമായ നിമിഷമേതെന്ന് പറയുന്നത് ദിവ്യബലി അർപ്പണ സമയമാണ്. ഏറ്റവും പരമപ്രധാനവും അതുപോലെ എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവുമാണ് വിശുദ്ധ കുർബാന. തൻ്റെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും പാപ്പ പരിഹാരം കണ്ടെത്തിയത് ദിവ്യബലി അർപ്പിച്ചുകൊണ്ടാണ്. ദിവ്യകാരുണ്യനാഥന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ആരാധന നടത്തി അനുദിന ജീവിതത്തിന് വേണ്ട ഊർജം സംഭരിച്ചവനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ. പാപ്പ കൂട്ടിച്ചേർക്കുന്നു: എൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പണം മുതൽ ഞാൻ വിശ്വസിക്കുന്നു, ദിവ്യബലി അർപ്പണം എൻ്റെ വിശുദ്ധമായ കർമ്മം മാത്രമല്ല, മറിച്ച് എൻ്റെ ആത്മാവിൻ്റെ ദാഹമാണ്. തൻ്റെ ദിവ്യകാരുണ്യത്തെ അധികരിച്ചുള്ള ചാക്രിക ലേഖനമായ എക്ലേസിയ ദെ യൂക്കറിസ്റ്റിയ യേശുവിൻ്റെ ദിവ്യകാരുണ്യം മുഖം ധ്യാനിക്കുവാനും യേശുവിൻ്റെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ അത്ഭുതത്തോടെ നോക്കിക്കാണാനും പാപ്പ നമ്മെ ക്ഷണിക്കുന്നു. പാപ്പ പറയുന്നു, ദിവ്യകാരുണ്യ രഹസ്യത്തിന് പ്രധാനമായും 3 തലങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. കുർബാന ഒരു ബലിയാണ്. ദിവ്യബലി പെസഹ രഹസ്യത്തിന്റെ കൗദാശിക സാന്നിധ്യമാണ്. മുൻകാലങ്ങളിൽ കുർബാനയെക്കുറിച്ചുള്ള നമ്മുടെ പരിമിതികളിൽ ഒന്ന് ക്രിസ്തുവിന്റെ മരണത്തിന് ഏകപക്ഷീയമായ ഊന്നൽ കൊടുക്കുകയും പുനരുത്ഥാനത്തിന്റെ പങ്ക് അവഗണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോപ്പ് അടിവരയിട്ട് പറയുന്നു, പെസഹ രഹസ്യമെന്നാൽ അത് പീഠാസഹനം, മരണം, ഉത്ഥാനം എന്നിവ ഉൾച്ചേർന്നതാണ്. അന്ത്യ അത്താഴത്തിൽ ആരംഭിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ഏകയാഗത്തിന്റെ പുനരവതരണമാണ് ദിവ്യബലി. ദിവ്യബലിയിൽ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ട്. യേശുവിന്റെ രക്ഷാകര ദൗത്യം ചരിത്ര സംഭവമാണ്, യഥാർത്ഥ സംഭവമാണ്.
മറ്റെല്ലാ ചരിത്ര സംഭവങ്ങളും ഒരിക്കൽ സംഭവിക്കുന്നു. അവ കാലയവനികയിൽ മറയുന്നു, മായുന്നു, കടന്നു പോകുന്നു. ഭൂതകാലം അവയെ വിഴുങ്ങുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ രക്ഷാകര രഹസ്യം ഭൂതകാലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. തന്റെ മരണത്തിലൂടെ മരണത്തെ ജയിച്ചവൻ, അവൻ ചെയ്തതും സഹിച്ചതും കാലാതീതമായി ഇന്നും സന്നിഹിതമാകുന്നു. യേശുവിന്റെ രക്ഷാകര രഹസ്യങ്ങളിലെ സാന്നിധ്യം, ദിവ്യകാരുണ്യത്തിലെ രക്ഷാകര സാന്നിധ്യം മനുഷ്യകാലത്തിന്റെ രക്ഷയ്ക്ക് കാലാതീതമായി ഇന്നും നിലകൊള്ളുന്നു. ദിവ്യബലിയിൽ ക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാടായി മാറുന്നു. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സമർപ്പണത്തിലൂടെ ഒരു വൈദികൻ തന്റെ തിരുപ്പട്ടത്തിലൂടെ കിട്ടിയ അംഗീകാരത്തിലൂടെ, അധികാരത്തിലൂടെ, അഭിഷേകത്തിലൂടെ അപ്പവും വീഞ്ഞും വാഴ്ത്തുമ്പോൾ അത് പെസഹ കുഞ്ഞാടായി മാറുന്നു. യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യം നാം ദിവ്യബലിയിൽ അനുഭവിക്കുന്നു. ദിവ്യബലി ഒരു കൂട്ടായ്മ അനുഭവമാണ്, ഒരു കമ്മ്യൂണിയനാണ്. ദിവ്യകാരുണ്യത്തിന് ഒരു സാമൂഹ്യ മാനമുണ്ട്. വിശ്വാസികൾ ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുമ്പോൾ അവർ സഭയിലെ അംഗങ്ങളായി മാറുന്നു. ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് ഈ പെസഹ ദിനം ദിവ്യബലിയിൽ പങ്കുചേർന്ന ദിവ്യകാരുണ്യത്തിൽ പങ്കുവച്ചുമ്പോൾ കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഐ ബ്രേക്ക് ഫോർ യു, ക്യാൻ യു ബ്രേക്ക് യുവർസെൽഫ് ഫോർ മീ? വിഭജിക്കപ്പെടണമെങ്കിൽ നാം ആദ്യം പങ്കുചേരണം. കാൽവരിയിൽ ഉയർന്നു നിൽക്കുന്ന എൻ്റെ മോഡൽ ഈ രക്തത്തിലും മാംസത്തിലും പങ്കുചേരുമ്പോൾ ഒരു ചോദ്യം മാത്രം കർത്താവ് നമ്മോട് ചോദിക്കുന്നു. നിനക്കും പങ്കുവെക്കാനാകുമോ? വിശുദ്ധ കുർബാന സ്ഥാപന ദിനത്തിൽ ഈ ചോദ്യം എൻ്റെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും കുർബാനയുടെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു.